ലെമൺ റൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതിനൊരു 10 വറ്റൽമുളക്, ചെറുനാരങ്ങ, നല്ലെണ്ണ, കടുക്, ചോറ് ഉപ്പിട്ടിട്ട് ഊറ്റി വെച്ചതാണ്. ഒരു പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും ചേർത്ത്, ഉഴുന്നും ചേർക്കാൻ ഞാൻ ഉഴുന്ന് ചേർത്തിട്ടില്ല, ഇഷ്ടമല്ലാത്തത് കൊണ്ട്. കറിവേപ്പിലയും ചേർത്ത്, മഞ്ഞളും ചേർത്ത്. മഞ്ഞളൊരു കളറ് മാറാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ചേർക്കുന്നത്. ഇനി കായത്തിൻ്റെ പൊടി അതും ചേർത്ത് നന്നായി മിക്സാക്കുക. നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചൂറ്റി വെച്ച ചോറും കൂടി ചേർത്ത് ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി മിക്സാക്കുക. ലെമൺ റൈസ് റെഡി ആയി. ഇത് 2 ദിവസത്തേക്കൊക്കെ കേടാവാതെ നിൽക്കും കേട്ടോ. യാത്രക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇതിന് തക്കാളീൻ്റെ കറി കേട്ടോ, മുളകിട്ടത് വെച്ചത് ഞാൻ. ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊട്ടുകടല ഇടുന്നുണ്ട് കേട്ടോ. മിക്സാക്കിയിട്ടാണ് ഇടുക. പക്ഷേ ഇവർ കുഞ്ഞുങ്ങളങ്ങനെ കഴിക്കാത്തത് കൊണ്ട് മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ചോറിനകത്ത് കുഴച്ചിട്ടാണ് ഇടുക. കുറച്ച് പൊട്ടുകടല ചേർത്ത്, ഇനി കുറച്ച് നിലക്കടല വറുത്തത്, തൊലിയെല്ലാം കളഞ്ഞ് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അന്നേരം. ഇനി തക്കാളിക്കറിയാണ് എടുത്ത്, തക്കാളി മുളകിട്ടത് എടുത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ലെമൺ റൈസ് റെഡി ആയി.